ഇഷ്ടല്ലേ? അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിന്റെ ഒരു പുതിയ ചിരി അരങ്ങതാ ഇവിടെ അങ്ങോട്ട് റെഡി ആവുകയായി. സാച്ചേട്ടാ നമുക്കിപ്പോ ഗസ്റ്റുകളെ വിളിക്കണ്ടേ? പിന്നെ വിളിക്കണം. ഇന്ന് 2 ഗസ്റ്റ് ആണുള്ളത്. അതിലൊരു ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുതുല്യുള്ള ആളാണ്. മറ്റാരുമല്ല, സാജൻ പള്ളുരുത്തി. ഒപ്പം എത്തുന്നു പ്രശസ്ത നടൻ സിദ്ദിഖിക്കയുടെ ജ്യേഷ്ഠ സഹോദരനും വളരെ പ്രശസ്തനായ അഭിനേതാവുമായ ശ്രീ അബ്ദുൾ മജീദ്. எங்க தல டியாரே சண்டி மண்டுல தார்மாரே மைதிலி காதிலி இன்னாரு அவர் உண்மையா லவ் பண்ண சொன்னாரு மச்சான் அங்க தாண்டா தல நின்னாரே டண்டனகா நகா 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 டண்டனகா நகா கொஞ்சம் டண்டனகா நகா 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 டண்டனகா நகா നമസ്കാരം. നമസ്കാരം. എവിടെയൊക്കെ കൊടുക്കണമെന്ന് അറിയില്ല. കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. നല്ല വിശേഷം. ഒറ്റ വാക്കിൽ തീർക്കരുത്. നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പൊ കുറേ ഇങ്ങനെ കാര്യങ്ങൾ പറയണം. 1 മണിക്കൂർ ഷോയാണ്. നല്ല വിശേഷം. അല്ല, മിമിക്രിയുടെ തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാരെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ ഇവർ ഇങ്ങോട്ടാണ് പറയാ. ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ് മജീദ് എത്തിയേക്കുന്നത്. അത് മിക്ക നമുക്ക് ഇക്കെന്ന് തന്നെ തുടങ്ങാം. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സിനിമയിൽ അഭിനയിച്ചു വന്ന ഒരാളാണ് ഇക്ക. ഞാൻ ഞാൻ ചെറുതായ ഒരുപാട് പടങ്ങളിലേക്ക് കണ്ടു വന്നതാ. അപ്പൊ ഇക്കയുടെ ആദ്യത്തെ സിനിമ ഏതാ ഇക്ക? എന്റെ ആദ്യത്തെ സിനിമ നന്ദനം. ആഹാ. അപ്പൊ ജനിച്ചിട്ടില്ല അല്ലേ? ഞാനേ 6ാം ക്ലാസ്സിലായിരുന്നു. ജനിച്ചിട്ടില്ല. ഇതിപ്പോ ഞങ്ങൾ തമ്മിലുള്ള വിഷയമല്ലേ ഉള്ളൂ. ഇതിപ്പോ അതിന്റെ 6ാം ക്ലാസ് പറഞ്ഞ് കുറപ്പിക്കണെന്തിനാണ്? ഇല്ലേ കാരണം ഞാൻ ചോദിച്ചിട്ടേക്ക, ഇക്ക ഇപ്പൊ സിനിമയിൽ വന്നതിന് ശേഷം ഏകദേശം ഇപ്പൊ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഷാജി എണ്ണത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഷാജി എത്ര പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാനൊരു 10, 15, 16 സിനിമ ഉണ്ട് ഇപ്പൊ. ആണല്ലോ. ഞാൻ അഭിനയിച്ച സിനിമയുടെ എണ്ണം അറിയണോ? വേണം. പറയൂക്ക. ഭഗവാനേ, എത്രയാ? ഞാൻ കേട്ടില്ല. ആണല്ലോ. 15 സിനിമയിൽ അഭിനയിച്ച ഷാജി. അതെ. നേരത്തെ പറഞ്ഞ അത്രയും എണ്ണത്തിൽ അഭിനയിച്ച ഞാൻ. ഇത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിചയം ഷാജിയല്ലേ? ഓ, അതിനാണ് ഇപ്പൊ ഈ എണ്ണ എടുത്തത്. അപ്പൊ അതുകൊണ്ട് എണ്ണത്തിൽ കാര്യമില്ല. കാരണം മുയൽ ഒരുപാട് പ്രസവിക്കും, ആന വല്ലപ്പോഴും പ്രസവിക്കും. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ആനാരാണ് മുയലാരാണ്? ആനാത് പറഞ്ഞു വന്നിട്ട് ഇപ്പൊ ഇത് ഇവിടെ ആനയല്ല. അല്ല, എന്തായാലും മുയലാക്കാൻ പറ്റില്ല. ഇതുപോലെ മുയലുണ്ടാവൂല. ലുക്ക് കൊണ്ട് എന്തായാലും മുയലാവണില്ല, ചേരണില്ല. സിനിമയിലേക്ക് വന്നതിന് മുമ്പ് തന്നെ സിനിമാ താരങ്ങളുമായിട്ട് സിനിമയുമായിട്ട് ഒത്തിരി ബന്ധമുള്ളതാണ് മജീദ്ക്ക്. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ജോലിയായിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സിനിമക്ക് അന്നേ വന്നേനെ. അത് ഇലക്ട്രിസിറ്റി ബോർഡിലാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വളരെ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്ത് പരിചയപ്പെട്ടതാണ് KP ഉമർ. ഉമർ സാർ. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് വില്ലനായിട്ടും സ്വഭാവ നടനായിട്ടൊക്കെയാണ്, നായകനായിട്ടൊക്കെയാണ് വന്നത്. പക്ഷെ അദ്ദേഹം വളരെ നർമ്മബോധമുള്ളൊരു നടനായിരുന്നു. അത് നമുക്ക് പൊതുവെ അറിയാത്തൊരു കാര്യമാണ്. എന്നറിഞ്ഞോ? അപ്പോൾ അദ്ദേഹം സെറ്റിലൊക്കെ ഇരിക്കുമ്പോൾ തമാശ പറയുമ്പോൾ മുഖം അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ ഒരു കറുത്ത് മെല്ലിച്ച് ഒരു കാലൊക്കെ ഇങ്ങനെ മെല്ലിച്ചിട്ടൊരാള്. അല്ലല്ല, മുണ്ടൊക്കെ മടിക്ക് കുത്തി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും. ഇരിക്കുന്നവർക്കൊക്കെ ഇയാളെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു. അപ്പൊ ഞാനല്ല. ചോദിച്ചു, നിങ്ങൾ വരൂ
ഇയാൾ ചെന്നു, എന്താ സാറേ, നിങ്ങൾ മടിക്കി കുത്തുന്നതിൽ എനിക്ക് വിരോധമില്ല, പക്ഷേ നിങ്ങൾ മടിക്കി കുത്തുന്നത് കണ്ടാൽ സ്ത്രീകൾ വിചാരിക്കും മറ്റുള്ള പുരുഷന്മാരുടെ കാലും ഇതുപോലെയാണ്. അതൊക്കെ വളരെ ഗൗരവത്തിലേ പറയുള്ളൂ. അതുപോലെ സെറ്റിട്ടിരിക്കുമ്പോൾ ഒരു ചെറിയ വാതില്, പുള്ളി വന്നിട്ട്, എന്താ ഇത്, ശങ്കരാടിക്കിട്ട സെറ്റോ? അപ്പൊ എന്തായാലും ഇപ്പൊ ഉമ്മർക്കയുടെ സൗണ്ടൊക്കെ ഏകദേശം അനുകരിച്ചൊക്കെ പറഞ്ഞിട്ട് അപ്പൊ മിമിക്രി എന്തായാലും ചെയ്യാൻ പറ്റും, ആരെങ്കിലും ഒരാൾ അനുകരിക്കാൻ പറ്റും. ഇപ്പോഴത്തെ പിള്ളേരെ ഇപ്പോഴത്തെ വേണ്ട, കയറി പണ്ടത്തെ അല്ല കയറി പിടിക്കും. ന്യൂ ജനറേഷൻ വേണ്ട, ഓൾഡ് ജനറേഷനിൽ പെട്ട പഴയ പ്രമുഖ ഓൾഡ് ജനറേഷൻ എന്റെയൊക്കെ ഒരു ഏജിലുള്ള ഒരാളാണ് രാഘവൻ ചേട്ടൻ. പഴയ അപ്പൊ രാഘവനോട് ഒരിക്കൽ ചോദിച്ചു ഇങ്ങനെ, എന്താണ് മദ്രാശിയിലുള്ള ജീവിതവും, തിരുവനന്തപുരത്താണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത്. മദ്രാശിയിൽ എന്ന് പറയുമ്പോൾ ഓണം പോലും ആഘോഷിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. സിനിമയുടെ തിരക്കുകളിൽ സ്റ്റുഡിയോയിൽ നിന്നും സ്റ്റുഡിയോകളിലേക്ക് ഓട്ടത്തിനിടയ്ക്കിൽ വല്ലപ്പോഴും ഒരു ഓണം വരും. അതൊരു ഓണം, ഒരു ഹോളിഡേ എന്നല്ല കവിഞ്ഞ് അതൊന്നും ഓർമ്മയിലില്ല. പക്ഷെ തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഓണം ഞാൻ ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സംഭാഷണ ശൈലി എങ്ങനെയാണ്? ശരിയാണ്. ആണോ? എന്തായാലും ഇപ്പോഴത്തെ ജനറേഷൻ മിമിക്രിക്കാർ ആരും ചെയ്യാത്ത ഒരു ശബ്ദം അല്ലേ ഏട്ടാ? അല്ല, അത് ഉമ്മർക്കായുടെ ശബ്ദവുമായിട്ട് ചെറിയൊരു സാമ്യം കൂടിയുള്ളതാണ്. അല്ലല്ല, ഈ ഉമ്മുക്കയുടെ ഒരു ബുദ്ധിമുട്ട്, അദ്ദേഹത്തെ ഒരു ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം, ഉമ്മുക്ക വർത്താനം പറയുന്നത് ഞാൻ നേരത്തെ പറയും പോലെയാണ്. ശോഭയെ എന്നാ വിളിക്കുള്ളൂ. എല്ലാ പെണ്ണുങ്ങൾക്കും ശോഭ എന്നായിരിക്കും പേര്. മക്കൾ അല്ല, രാധേ അല്ല ശോഭെ. അതിന് മിമിക്രിക്കാരെ അത് ഒന്നും കേട്ടിട്ട് ശോഭേ അങ്ങനെയൊന്നും വിളിക്കില്ല. നല്ലതായിട്ട് അനുകരിക്കുന്നുണ്ടല്ലേ? ശോഭേ. അത് വേറൊന്നും കൊണ്ടല്ലേ എല്ലാവർക്കും ഒരാളെ മോശമാക്കി കാണാനാണ് താല്പര്യം, നെഗറ്റീവ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും. അപ്പൊ മാന്യമായിട്ടൊന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇത്ര ഒരു ഒന്ന് വികൃതമാക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര വിചാരിക്കും. അപ്പൊ അതിനുവേണ്ടി ചെയ്യണം, അല്ലാണ്ട് നീ സഹകരിച്ചാൽ സഹകരണ സംഘം, ഇല്ലെങ്കിൽ ബലാത്സംഗം. കുറേ ഡയലോഗുകൾ അങ്ങനത്തെ വില്ലൻ കഥാപാത്രം ഈ പറഞ്ഞതുപോലെ മിമിക്രിക്കാർ കുറച്ചും കൂടി ഇത്തിരി കൂട്ടി ചെയ്യും. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ല, ജീവിതത്തിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരുത്തനാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് സിനിമയിൽ അനധികൃത ഗർഭം ധരിക്കൽ, കളവ്, ചതി, ബലാത്സംഗം ഇതൊക്കെയാണ്. എന്ത് ചെയ്യാം, ജീവിക്കണ്ടേ? വില്ലൻ നടന്മാരെല്ലാവരും മലയാള സിനിമയിൽ പിന്നീട് കാലം കൊണ്ട് നല്ല കൊമേഡിയന്മാരായിട്ട് മാറി. തീർച്ചയായിട്ടും. ഉമ്മുക്ക ഉണ്ടായിരുന്നു. ഉമ്മുക്കും കോമഡിയായിട്ട് ഒത്തിരി നല്ല സുമുഖനും സുന്ദരനുമായ ആളാണ് അദ്ദേഹം. നല്ലൊരു സ്വഭാവവിശേഷമുള്ള ആളും വളരെ നല്ലൊരു നടനാണ്. ഇതിന് നല്ല നല്ല സിനിമകളുണ്ട്. അതുപോലെ സാജൻ ചേട്ടൻ പ്രേം നസീർ സാറിനെ, പ്രേമനസീർ സാറല്ല, പ്രേമനസീർ സാറ്, ഉമ്മർക്ക, പ്രേമനസീർ അവരൊക്കെ ഒരു കാലഘട്ടത്തിലാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആളുകൾ വളരെ ബഹുമാനത്തോടെ ഭയങ്കര ആരാധനയോടെ കണ്ടിരുന്ന, ഇപ്പോഴും നസീർ സാർ എന്ന് പറയുന്നത്, അസയെന്നൊക്കെ വിളിക്കുന്നത്. അത് നിത്യഹരിത നായകൻ എന്നുള്ള ഒരു പേര് വന്ന് വീണത് നസീർ സാറിനാണ്. ഒത്തിരി സിനിമകളിൽ ഈ നായകനായി ഏതാണ്ട് ഇതുപോലെ ഇരിക്കും എന്നായിരിക്കും മജീദൊക്കെ പറഞ്ഞത്. ആ നസീർ സാറിനെ കുറിച്ച് ഞാൻ മകാരത്തിനകത്ത് ഒരു കവിത, മലയാള സിനിമയിൽ മധുര വസന്തമായി മഹിളാ മണികൾക്കെന്നും മണിക്കിനാവായി മന്നാതി മന്നാനായി വാണി മണ്ണിലെന്നും പുകൾ പെറ്റ മഹോന്നത ഗിന്നസ് ബുക്കിൽ മായാതെ നിൽക്കും. ആട്ടെ, മായില്ലാതെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. മായില്ലാതെ ഉത്തരം പറയാൻ പറ്റുമോ? ഉത്തരം പറയാൻ പറ്റുമോ? മകാരമാണ്, എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം, അത്രേ ഉള്ളൂ. കേരളത്തിന്റെ ഭാഷ, സംസാര ഭാഷ, ഞാൻ സംസ്കൃതം ഓർന്നു, അത് ഹിന്ദിയായി. പിന്നെ നമ്മൾ മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കുഞ്ഞുഞ്ഞ്. കേരളത്തിൽ ഇപ്പൊ രാജിവെച്ച ധനകാര്യമന്ത്രി ജോസിന്റെ അപ്പൻ പാലക്കാരൻ. മുതുകാട് അവതരിപ്പിക്കുന്ന ഒരു കലാരൂപം. അത്ഭുതം. അത്ഭുതമാണ്. അത്ഭുതം. ചേട്ടാ, മലയാളത്തിലൊരു ദിനപത്രം. ചന്ദ്രിക. ഓ, ചന്ദ്രിക. ഏട്ടാ, ഞാനൊരു ചോദിച്ചു, ഇത് സാജൻ പള്ളുരുത്തി, ഇതോ സിദ്ദിഖ് കടയ്ക്ക. ഏട്ട എന്ന ചിത്രത്തിലെ നായിക പഴയ കലാതിലകമാണ്. 6-ാം തമ്പുരാനിലെ നായികയാണ്. രക്ഷയില്ല. പുതിയ നിയമത്തിലെ നായകൻ. മലയാളത്തിന്റെ അതിന്ന്
അതിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. നമുക്ക് മകാരമില്ലാതെ, നമുക്ക് മാതൃഭാഷ ഇല്ലാതെ, വീണ്ടും നമ്മുടെ മനസ്സ്, നമ്മൾ മനുഷ്യനാണ്, മനസ്സുള്ളവരാണ്, മാതൃഭാഷ സംസാരിക്കുന്നവരാണ്. അമ്മയില്ലാതെ ഒരു ജനനമില്ല, ഉമ്മയില്ലാതെ അമ്മച്ചിയില്ലാതെ എന്ന് പറഞ്ഞതുപോലെ ഈ ഭാഷ, ഈ അക്ഷരമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കറക്റ്റ്. അപ്പൊ എന്തായാലും സാധനം ചേട്ടാ, നമുക്ക് ഈ മകാരത്തിന്റെ ഒന്നൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്ക് ചേട്ടന് ഇത്തിരി നമ്മളെല്ലാവരും പോകുമ്പോഴത്തേക്ക് ഒരുപാട് രസകരമായിട്ട് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഇവിടെ ഇവർ കേൾക്കാനായിട്ട് അവർ ആഗ്രഹമുള്ളതാണ്. എവിടെ പോകുന്ന വഴിക്ക് നടന്നാലും, സെയിൽ നടന്നാലും, യാത്രയിൽ നടന്നാലും ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം. നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ ചെറിയ കുട്ടികളുണ്ടാവും. ചെറിയ കുട്ടികൾ വരുമ്പോൾ അമ്മ ഇല്ലെങ്കിൽ അച്ഛൻ, ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ, പാരന്റ്സ്. കുട്ടികളല്ലാണ്ട് ഒറ്റക്ക് നമ്മുടെ കൂടെ വിടില്ലല്ലോ. കുട്ടികളെന്ന് പറയുമ്പോൾ പിടിച്ചാൽ നമുക്ക് കിട്ടില്ല. നമ്മൾ നമ്മുടേതായ ഡ്യൂട്ടിയിൽ പോകും. അപ്പം നമ്മുടെ കൂട്ടത്തിൽ പാടാൻ വളരെ ചെറിയൊരു പെൺകുട്ടി വരും. ഈ പെൺകുട്ടിയെ കൊണ്ട് ഒരു അച്ഛനും വരും. അപ്പം അച്ഛനും പെൺകുട്ടിയും കൂടി വരുന്നു. ഇവർക്ക് ഒരു റൂം, നമുക്കൊരു റൂം. അപ്പം അന്ന് ബോംബെയിലാണ് പരിപാടി. ബോംബെയിലായതുകൊണ്ട് പുറത്തേക്ക് ആരും അങ്ങനെ കറങ്ങിപ്പോകില്ല. കാര്യം എല്ലാം താഴെ ഹിന്ദിയാ. അപ്പം അതുകൊണ്ട് എല്ലാവരും കയറി മേളിലേക്ക് വരും. സംസാരിക്കാൻ ഒരു വകുപ്പുമില്ല. ഒരു തീപ്പെട്ടി വെച്ചിട്ട് പറഞ്ഞ് എത്ര തീപ്പെട്ടി എന്ന് ചോദിച്ചാൽ 5 തീപ്പെട്ടി മേടിച്ചിട്ടുണ്ടെന്ന് ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാം അച്ഛാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കണേന്. അപ്പം ആരും പോകാത്തതുകൊണ്ട് ഓരോ റൂമിൽ എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുന്നു. കുറേ നേരം ബോറടിച്ചു. പിന്നെ എല്ലാവരും കൂടി ചീട്ട് കളിയൊക്കെ പ്ലേ കാർഡ്സ് മേടിച്ചിട്ട് അവിടെ ഇങ്ങനെ ചീട്ട് കളിക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ അച്ഛനും വന്ന് അങ്ങനെ ഇരുന്ന് കളിക്കും. അപ്പോൾ ഈ ഭയങ്കര കളിയാണ്. കളിക്കും തോറും പുള്ളിക്കാരൻ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇടക്കിടക്ക് കൊച്ചിൻ്റെ കരച്ചില്ല. ഞാൻ വരാം, അവിടുന്ന് വെള്ളമെടുത്ത് കുടിച്ചോ, അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. അച്ഛൻ ഇവിടെ ഉണ്ട് കേട്ടാ, അച്ഛൻ തൊട്ടിപ്പുറത്തുണ്ട്, ആ ഡോർ തുറന്നിട്ടേക്ക്, മോക്ക് കാണാം, അവിടെ കിടന്നോ. പിന്നെയും കളിക്കും, പിന്നെയും തോക്കും. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ പറയും, ചേട്ടാ ചേട്ടാ കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഈ കളിയും തോറ്റേട്ടാ, ചേട്ടാ കൊച്ചവിടെ കിടന്ന് കൊച്ചവിടെ കിടന്നോളൂ, എന്റെ കൊച്ചല്ല അവിടെ കിടന്നോളൂ, നിനക്കെന്താ കുഴപ്പം? ഞാൻ മന്നടി മോളെ ആകട്ടെ, ഞാൻ ഊണഴിക്കാൻ ടൈം ആയിട്ടില്ല, കിടന്നുറങ്ങിക്കോ, ഉച്ചക്ക് ഊണഴിക്കാം കേട്ടാ, അച്ഛനൊരു ജോലിയില്ല. ചേട്ടാ കൊച്ചു കിടന്ന് അങ്ങോട്ട് ചെല്ലി ചേട്ടാ. എന്റെ പുള്ളിക്കാരൻ അകത്ത് പോയി കൊച്ചിനെ കണ്ട് സമാധാനിപ്പിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നമ്മളോട് ഡയലോഗാണ്, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഒറ്റക്ക് വരാം, കൊച്ചായിട്ട് വന്ന് പണിയൊന്നും നടക്കില്ല. കൊച്ചിന്റെ വന്നേക്കുന്നത് കൊച്ചിനെ പാടിക്കാൻ കൊണ്ടുവന്ന ആളാണല്ലേ. ആവേശമാണത്. അപ്പൊ അവിടെ കൊച്ചു പോലും മറന്നുപോയി. ഈ കൊച്ചുള്ളത് കൊണ്ടാണ് പുള്ളിക്കാരൻ നമ്മൾ കളിക്കാൻ വന്നത്. അങ്ങനത്തെ കുറെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ സായഞ്ചേട്ടൻ ഭയങ്കര ഇതാട്ടോ. ഇപ്പൊ കുട്ടീനെ കൊണ്ടെങ്കിലല്ല, സായഞ്ചേട്ടൻ്റെ കൂടെ പ്രോഗ്രാം ഞാൻ ഒരു ആദ്യമായിട്ട് ഞാൻ ഗൾഫ് ട്രിപ്പ് പോണ സായഞ്ചേട്ടൻ്റെ കൂടെ ഞാനപ്പോൾ എൻ്റെ കാല് ആക്സിഡന്റ് ആയിട്ട് ഭയങ്കര വീർത്തിങ്ങനെ അതവിടെ ചെന്നിട്ട് പഴുത്ത് പൊട്ടി ഭയങ്കര പ്രശ്നമായി. ഫുള്ള് റൂമിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനിന്നൊരു നിസ്സാര പേയ്മെന്റിനാ പോയെങ്കിലും ലക്ഷങ്ങളായി എനിക്ക് അവിടെ ട്രീറ്റ്മെന്റിന്. അതെല്ലാം സാഹചര്യം എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡീസൻ്റ് ആയിട്ട് തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാണ്. സാഹചര്യനോടെ പ്രോഗ്രാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരുണ്ടാകുമ്പോഴും നമുക്കൊരു സുഖമാണ്. ഇപ്പം എനിക്കത് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിയുടെ കൂടെ പ്രോഗ്രാമിന് പോകുന്നത് വേറൊരു മൂടാണ്. മണിയുടെ കൂടെ നമ്മൾ പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞാൽ എന്താ എവിടെ എത്തിയില്ലേ, ഇങ്ങോട്ട് വാ, ഞാൻ എയർപോർട്ടിൽ എത്തിയുള്ളൂ, എയർപോർട്ടിൽ നിന്ന് ഇവിടം വരെ എത്ര സമയം, പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, എല്ലാവരെയും കൂടി ആ ഒറ്റ റൂമിലാക്കും. 10 പേര് റൂം എടുത്താലും എല്ലാം ഒറ്റ റൂമിലാണ്. മണിച്ചേട്ടൻ റൂമിൽ പാട്ടും വർത്തമാനവും പറഞ്ഞ കഥകളും പറയാത്ത കഥകളും ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കെയറിങ്ങാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ 1 മാസം കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയാലും ചിലപ്പോൾ ഞാനായിരിക്കും ചിലപ്പോൾ വീട്ടിൽ പോകണം, ബാക്കിയുള്ളവർ മുഴുവൻ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകും. കാര്യം അത്രയ്ക്കും ഈ സൗഹൃദം സൂക്ഷിക്കുന്ന കാര്യത്തിലും എല്ലാവരെയും പിന്നെ വിട്ടുപിരിയാൻ ബുദ്ധിമുട്ടുള്ള കാര്യത്തിലും. അപ്പം അങ്ങനെയുള്ള ഒരു മിന്നാമിനിങ്ങാണ് നമ്മളെ വിട്ടിപ്പോൾ കടന്നു പോകും. അപ്പോൾ എന്തായാലും നമുക്ക് സാഞ്ചേട്ടൻ മണിച്ചേട്ടൻ്റെ ഒരു എനിക്ക് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ സംഘടനയാണ് നമ്മുടെ മായുടെ പ്രസിഡന്റാണ് മണിയുടെ നേതൃത്വത്തിലാണ് ആ സംഘടന ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നത്. അപ്പം മണിയുടെ ഒരു വേർപാട്, ആ ഭാവി ഇപ്പം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട് അദ്ദേഹം പോയെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് ഇപ്പം ആ മിന്നാമിനിങ് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. നാടൻ പാട്ട് പാടിയും തമാശ പറഞ്ഞും ദേഷ്യപ്പെടാനും, ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞ പോലെ ദേഷ്യപ്പെടാനും തമാശ പറയാനും ഇല്ലത്തരം കാണിക്കാനും സാഹസം കാണിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പാടിയിട്ടുള്ള ആ നാടൻ ശൈലികൾ നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും പാടാറുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരം പാട്ടുകൾ ചേർത്തുകൊണ്ട് നമുക്ക് ഇവർ കേട്ടിട്ടുള്ള നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ പാട്ടുകൾ എല്ലാം കൂടി ഒരു 4 വരിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കൊച്ചിക്കാരത്തി കൊച്ചു പെണ്ണേ നിനക്കെത്ര മാരന്മാരുണ്ടേ നടി, കൊച്ചിക്കാരത്തി കൊച്ചു പെണ്ണേ നിനക്കെത്ര മാരന്മാരുണ്ടേ നടി, കെട്ടിയ മാരനെ കൂടാതെ നീക്കൊരു 9 മാരന്മാരുണ്ടേ നടി, കെട്ടിയ മാരനെ കൂടാതെ നീക്കൊരു 9 മാരന്മാരുണ്ടേ നടി,
തെയ്യം ദിനം ദിനം തെയ്യം തരാ തകതിമി തെയ്യം ദിനം ദിനം തെയ്യം തരാ തെയ്യം ദിനം ദിനം തെയ്യം തരാ തകതിമി തെയ്യം ദിനം ദിനം തെയ്യം തരാ ഒന്ന് കറുത്തതും ഒന്ന് വെളുത്തതും ഒന്നിന്റെ മൂക്കത്ത് മുൻശുണ്ടിയും ഒന്ന് കറുത്തതും ഒന്ന് വെളുത്തതും ഒന്നിന്റെ മൂക്കത്ത് മുൻശുണ്ടിയും നീട്ടി നീട്ടി മുളകരച്ചേ നമ്മൾ 9 ചട്ടിയിൽ കറിയും വെച്ചേ നീട്ടി നീട്ടി മുളകരച്ചേ നമ്മൾ 9 ചട്ടിയിൽ കറിയും വെച്ചേ തെയ്യം ദിനം ദിനം തെയ്യം തരാ തകതി തെയ്യം ദിനം ദിനം തെയ്യം തരാ തെയ്യം ദിനം ദിനം തെയ്യം തരാ തകതി തെയ്യം ദിനം ദിനം തെയ്യം തരാ ഞാനും തളിയനും കൂടി തോട്ടുവരമ്പെ പോകുമ്പോ തോട്ടുവരമ്പത്തൊരു കിനത്തണ്ടൻ ഞാനും തളിയനും കൂടി തോട്ടുവരമ്പിൽ പോകുമ്പോ തോട്ടുവരമ്പത്തൊരു ചേനത്തണ്ടൻ ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ കുറുവടി പോലൊരു ചെറുവടി കൊണ്ട് എൻ്റെ അമ്മാച്ചൻ കൊന്നേ ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ കുറുവടി പോലൊരു ചെറുവടി കൊണ്ട് എൻ്റെ അമ്മാച്ചൻ കൊന്നേ ആനക്കാട്ടിൽ വലിയോനാണ് ചേനക്കാട്ടിൽ കുഞ്ഞപ്പേട്ടൻ അന്ന നമ്മൾ കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക് ആനക്കാട്ടിൽ വലിയോനാണ് ചേനക്കാട്ടിൽ കുഞ്ഞപ്പേട്ടൻ അന്ന നമ്മൾ കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക് ഞാനും അളിയൻ കൂടി തോട്ടുപരമ്പിൽ പോകുമ്പോ തോട്ടുപരമ്പത്തൊരു ചേനത്തണ്ടൻ ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുവടി പോലൊരു കുറുവടി കൊണ്ട് എൻ്റെ അമ്മാച്ചൻ കൊന്നേ അയ്യപ്പങ്കാവിലെ പൂരത്തിനെന്നെ പെണ്ണിനെ കണ്ടേ തെയ്യാറാ അയ്യപ്പങ്കാവിലെ പൂരത്തിനെന്നെ പെണ്ണിനെ കണ്ടേ തെയ്യാറാ നെറ്റിലി പൊട്ടുള്ള ചുണ്ടത്ത് മറുകുള്ള സുന്ദരി പെണ്ണവൾ തെയ്യാറാ നെറ്റിലി പൊട്ടുള്ള ചുണ്ടത്ത് മറുകുള്ള സുന്ദരി പെണ്ണവൾ തെയ്യാറാ മുക്കിലി മുക്കുത്തിൻ പീഠമം കണ്ണുള്ള താമര പെണ്ണവൾ തെയ്യാറാ മുക്കിലി മുക്കുത്തിൻ പീഠമം കണ്ണുള്ള താമര പെണ്ണവൾ തെയ്യാറാ അയ്യപ്പങ്കാവിലെ പൂരത്തിനെന്നെ പെണ്ണിനെ കണ്ടേ തെയ്യാറാ അയ്യപ്പങ്കാവിലെ പൂരത്തിനെന്നെ പെണ്ണിനെ കണ്ടേ തെയ്യാറാ എന്നെ മറക്കരുതേ എന്നെ വെറുക്കരുതേ കൺമണി ഒരു നാളും നീ എൻ്റെ ജീവനല്ലേ എന്നെ മറക്കരുതേ എന്നെ വെറുക്കരുതേ കൺമണി ഒരു നാളും നീ എൻ്റെ ജീവനല്ലേ എന്നെ മറക്കരുതേ എന്നെ വെറുക്കരുതേ കൺമണി ഒരു നാളും നീ എൻ്റെ ജീവനല്ലേ എത്ര ചിരിച്ചാലും എത്ര കരഞ്ഞാലും പെണ്ണല്ലേടി തുള്ളിത്തുള്ളുമ്പി നടക്കണ പെൺകൊടിക്ക് എന്തൊരു ജലനടി എത്ര ചിരിച്ചാലും എത്ര കരഞ്ഞാലും പെണ്ണല്ലേടി തുള്ളിത്തുള്ളുമ്പി നടക്കണ പെൺകൊടിക്ക് എന്തൊരു ജലനടി ചുണ്ടിന് താഴെ കറുത്ത മറുകുള്ളവളാളൊരു കെമി ഓട്ട കണ്ടിട്ട് ഇവൾ നോക്കും ഇവളാളെ മയക്കണ കെമി ചുണ്ടിന് താഴെ കറുത്ത മറുകുള്ളവളാളൊരു കെമി ഓട്ട കണ്ടിട്ട് ഇവൾ നോക്കും ഇവളാളെ മയക്കണ കെമി മുല്ലമലരുകൾ മുടിയിൽ ചൂടിയ നാടൻ പെൺകൊടിയേ തുള്ളിത്തുള്ളുമ്പി നടക്കണ പെൺകൊടിക്ക് എന്തൊരു ജലനടി മുല്ലമലരുകൾ മുടിയിൽ ചൂടിയ നാടൻ പെൺകൊടിയേ തുള്ളിത്തുള്ളുമ്പി നടക്കണ പെൺകൊടിക്ക് എന്തൊരു ജലനടി ആണിനി കാണത്തമുണ്ടേ പെണ്ണ് ആണിലൊതുങ്ങി കഴിയും ആണിനി കാണത്തമില്ലേ പെണ്ണ് തോന്നും വഴിയൊക്കെ പോകും ആണിനി കാണത്തമുണ്ടേ പെണ്ണ് ആണിലൊതുങ്ങി കഴിയും ആണിനി കാണത്തമില്ലേ പെണ്ണ് തോന്നും വഴിയൊക്കെ പോകും പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാച്ചിന് കള്ളും കുടിച്ച് എന്റെ മോളെ കട്ടത്തിലക്കല വേലായുധോ എന്റെ മോളെ കട്ടത്തിലക്കല വേലായുധാ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാച്ചിന് കള്ളും കുടിച്ച് എന്റെ മോളെ കട്ടത്തിലക്കല വേലായുധോ എന്റെ മോളെ കട്ടത്തിലക്കല വേലായുധാ കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോരന്തി നീ പണി ചെയ്ത് കല്യാണം കുട്ടികളെല്ലട വേലായുധോ കല്യാണം കുട്ടികളെല്ലട വേലായുധാ കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോരന്തി നീ പണി ചെയ്ത് കല്യാണം കുട്ടികളെല്ലട വേലായുധോ കല്യാണം കുട്ടികളെല്ലട വേലായുധാ
കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടെന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടെന്ന്. ഇന്നലെ നീട്ട നീലച്ചൊരിതാറ് ആരുടെ കാശാണടി എൻ്റെ മുന്നാരെ ഞാൻ തന്ന കാശല്ലടി. ഇന്നലെ നീട്ട പുള്ളിച്ചൊടിതാറ് ആരുടെ കാശാണടി എൻ്റെ മുന്നാരെ ഞാൻ തന്ന കാശല്ലടി. ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറുമ്പോ വീഴാതെ സൂക്ഷിക്കണേ എൻ്റെ ദേവികെ വീഴാതെ സൂക്ഷിക്കണേ. ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ എൻ്റെ അശ്വതി വീഴാതെ സൂക്ഷിക്കണേ. പാലിൽ കുളിച്ചാലും തേനിൽ കുളിച്ചാലും എന്നെ പോലാകില്ലടി എൻ്റെ പുന്നാരെ കാക്ക വെളുക്കില്ലടി. Thank you, superb, സാജേട്ടാ ഇളക്കി മറിച്ചു. Thank you, മക്കളെ, നന്നായി ഞാൻ കളിച്ചു. അപ്പോൾ സാജേട്ടാ നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് നമ്മുടെ ഈ ഓഡിയൻസിൻ്റെ കൂടെയിൽ നമുക്കൊരു വിശേഷപ്പെട്ട ഒരാളിവിടെ വന്നിട്ടുണ്ട്. അതെ. അത് നമ്മുടെ പഴയകാല കോമഡി താരം ബഹദൂർക്കയുടെ സഹോദരി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരുടെയും എന്താ പറയണത്, അതെ, മലയാള സിനിമയിൽ നമ്മളടക്കമുള്ള ആളുകൾ അവരുടെയൊക്കെ സിനിമകൾ അവരുടെ തമാശകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. എല്ലാ സിനിമകളെയും പഴയ സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിലും കുറേ കാലഘട്ടത്തിന് കുറച്ച് മുമ്പ് വരെയുള്ള സിനിമകളിൽ പോലും വളരെ സജീവമായിട്ട് മനോഹരമായിട്ട് തീർച്ചയായിട്ടും നല്ല വേഷം ചെയ്തിട്ടുള്ള, ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം ശക്തമായിട്ടുള്ള കഥാപാത്രം ജോക്കർ എന്ന സിനിമയിൽ അതൊക്കെ ചെയ്ത് വളരെ ഗംഭീരമായിട്ട്. അതുപോലെ തന്നെ ബഹദൂർക്കായെ പോലെ ഇത്രയും ഒരു മനുഷ്യസ്നേഹി, ഇപ്പം നമ്മൾ നേരത്തെ മണിയെക്കുറിച്ച് പറഞ്ഞില്ലേ, യെസ്, അതുപോലെ എല്ലാവരോടും ഇഷ്ടമുള്ള, എല്ലാവരെയും സഹായിക്കാൻ സന്മനസ്സുള്ള അല്ലെങ്കിൽ സന്നദ്ധനായ, സ്വന്തം നിലവിൽ മറന്ന് സഹായിച്ചൊരു വ്യക്തിയാണ് ബഹദൂർക്ക. അദ്ദേഹത്തിൻ്റെ സഹോദരി ആരിഫ മൂപ്പൻ എന്നാണ് ഒരു പേര്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടു. അന്ന് ബഹദൂർ അനുസ്മരണ സമ്മേളനം കൊടുങ്ങല്ലൂർ നടക്കുന്നു. ഓക്കെ. അപ്പോൾ എനിക്കൊരു പുസ്തകം തന്നു, ഞങ്ങളുടെ കുഞ്ഞിക്ക നിങ്ങളുടെ ബഹദൂർക്ക. വസ്തുതയിൽ വായിക്കുമ്പോഴാണ് എത്രയോ ബഹദൂറിൻ്റെ മുഴുവൻ ജീവിതവും കാണാപ്പാടം കറക്റ്റായിട്ട് മുഴുവൻ ആലേഖനം ചെയ്ത ഒരു സഹോദരി ഒരു പുസ്തകമാണ്. എന്തായാലും നമ്മൾ ഈ ഇവരെല്ലാവരും കാണുന്നുണ്ട്, നമ്മൾ കാണുന്നത് അതല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ നിന്ന് വരുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഞാനിവിടെ വരേണ്ടി വന്നതിൽ എനിക്ക് സന്തോഷം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. അതിൽ വലിയ സന്തോഷം ഞങ്ങൾക്കാണ്, കാരണം ഇവിടെ നിന്ന് വന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കണമെന്ന് വെച്ചാൽ വളരെയധികം സന്തോഷിക്കണം. ഈ കോമഡി ഷോയിൽ കണ്ട ആൾക്കാരെയും മജീദിനെയും ഷാജി അതുപോലെ പേര് പറയാൻ പറ്റാത്ത പലരും കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സന്തോഷിക്കുകയാണ്. ബഹദൂർ ഖാന്റെ ശരിക്കുള്ള പേര് നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേര് ബഹദൂർക്കാടെ ശരിയായിട്ടുള്ള പേര് കുഞ്ഞാലു എന്നാണ്. കുഞ്ഞാലു. അതായത് ഞങ്ങൾ 9 മക്കളായിരുന്നു, 7 പെണ്ണും 2 ആണും. അതിൽ രണ്ടാമത്തെ മോനാണ് ബഹദൂർക്ക. കഷ്ടപ്പാടിൽ കൂടെയാണ് വളർന്നതും ജീവിച്ചതും ഒക്കെ. അങ്ങനെയാണ് ഞാൻ ഇക്കാടെ സിനിമ ഒക്കെ ഞാനും കൂടെ ഉള്ള അടുപ്പം കൊണ്ട് എല്ലാവരോടും അടുപ്പമാണ്, 7 പെങ്ങന്മാരോടും അടുപ്പമാണ്. ഞങ്ങളെയൊക്കെ ഒരു നിലയിലെത്തിച്ചതും കേണെന്ന് പറയാൻ എനിക്ക് ഈ അവസരത്തിൽ അവസരം തന്നതിന് ഞാൻ ഒന്നുകൂടെ നന്ദി പറയണേ. ഒരുപാട് സന്തോഷം. താങ്ക് താങ്ക് യു സോ മച്ച്. സാജേട്ടാ, സുരാജേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ ചോദ്യങ്ങളും പഴഞ്ചൊല്ലുകളൊക്കെ സംഭവിക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് നമ്മളൊരു പരിപാടിയിൽ പങ്കെടുത്തവനെ കൊണ്ട് പഴഞ്ചൊല്ലിന്റെ ബാക്കി പറയിപ്പിച്ച ബാക്കി പറയിപ്പിച്ച സംഭവങ്ങൾ. ഇപ്പൊ ഞാൻ സുരാജേട്ടൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനാണ് പക്ഷെ സുരാജേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞാനാണല്ലോ. അപ്പൊ പഴഞ്ചൊല്ലി നമ്മൾ വേറൊരു ശൈലി കണ്ടെത്തി. നമ്മൾ ഓരോരോ സംഭവങ്ങളും കാണിക്കും, ഓരോ വാക്കുകൾ, അതിനെ പറ്റിയൊരു പഴഞ്ചൊല്ലി ചേട്ടൻ പറയാൻ പറ്റും. അതെ, നമ്മൾ ഒരു സിറ്റുവേഷൻ തരാൻ ചേട്ടാ. ആ സിറ്റുവേഷന് പറ്റിയൊരു പഴഞ്ചൊല്ലി ചേട്ടൻ പെട്ടെന്ന് പറയണം. സിറ്റുവേഷൻ നിങ്ങൾ പറയുന്നു, ഞാൻ അതിനനുസരിച്ച് പഴഞ്ചൊല്ലി ഉണ്ടാക്കി പറയണം. റെഡിയല്ലേ? പഴഞ്ചൊല്ലായിരിക്കണം. പഴഞ്ചൊല്ലായിരിക്കണം. പഴഞ്ചോറും പഴഞ്ചൊല്ലും പഴഞ്ചോറല്ല,
ഞാൻ റെഡിയാണ്. കാര്യം കുറെ കാലമായിട്ട് ഞാൻ പഴഞ്ചൊല്ലി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സ്വരാജ് അത് മനഃപൂർവ്വം ചെയ്തത്. ഇനിയിപ്പോ വീണ്ടും ഇവിടെ നമുക്കത് നോക്കാം. പറഞ്ഞുള്ള ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതല്ലേ ഞങ്ങൾ വേറെ റൂട്ടാ. അശ്വതി അശ്വതി എന്തായാലും നല്ലോണം അടിപൊളിയിട്ട് മേക്കപ്പ് ചെയ്ത് നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്? വെളുക്കാൻ തെച്ചത് പാണ്ടായി. സാഞ്ചേട്ടാ, ഞാനൊരു പാട്ട് പാടി അങ്ങനെ ഉണ്ടാവും. വയ്യാത്ത പട്ടി കയ്യാലെ കേറണം. ഒരാവശ്യമില്ലാത്ത കാര്യമൊന്നും. ചുമ്മാ ഒരു രസനെ ദേവിയെ കല്യാണം കഴിച്ചാലോ? കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഇരിക്കും. കറക്റ്റാണ്, അതിന്റെ ആവശ്യമില്ലാത്തത്. സാഞ്ചേട്ടൻ ഒരു പാട്ട് പാടും. സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുന്നതല്ലേ നല്ലത്. രാജാ ആ എന്താ ഉണ്ണാണ്ടിരിക്കുന്ന നായർക്കൊരു ഉൾവിളി? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇത് ചോദിക്കുന്നത്. സാഞ്ചേട്ടൻ നമ്മള് കകാരോ മകാരോ. കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ദേവിക ഒരാൾ പെണ്ണ് കാണാൻ വരുന്നു എന്ന് വിചാരിക്കാം. ആ വിനാശകാലേ വിപരീത ബുദ്ധി. ഞാൻ ചോദിക്കട്ടെ സായനേട്ടാ, അശ്വതി റൗണ്ട് എന്നിട്ട് ഒരു റൗണ്ട് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അടി തെറ്റിയാൽ ആനയും വീഴും. അതന്നെ. ആന വീഴാൻ തയ്യാറായിക്കോളൂ, ചേട്ടാ അനൗൺസ് ചെയ്യട്ടാ. ഓക്കെ, അടുത്ത നമ്മൾ എത്രയും പെട്ടെന്ന് കാണാമെന്ന് പ്രിയമുള്ളവരേ, അശ്വതി റൗണ്ട്. അപ്പൊ ഇത് കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ്. കുസൃതി ചോദ്യങ്ങളാണെങ്കിൽ ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇക്കാണ് നല്ലത്. അതാ കുസൃതിയും വികൃതിയൊക്കെ പുള്ളിയാണ്. ശരിക്കും ഉത്തരം പറഞ്ഞു തരണോന്ന്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, തമിഴിലെ സഹോദരിക്ക് തങ്കച്ചി എന്ന് പറയും, അപ്പൊ സഹോദരനെ എന്ത് പറയും? തങ്കച്ചൻ. തങ്കപ്പൻ. അത് നമ്മുടെ ഇവിടുത്തെ ഒരു ആർട്ടിസ്റ്റ് അല്ലേ? തങ്കച്ചൻ. അതല്ല, എന്ത് പറയും സഹോദരനെ? തങ്കപ്പൻ ഒന്നും അല്ല. തങ്കച്ചൻ അല്ല, തങ്കപ്പ. തങ്കപ്പ. നമ്മള് തമിഴിലെ സഹോദരനെ അല്ലെങ്കിൽ ചേട്ടനെ എന്ത് പറയും? അണ്ണൻ. അത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യം തങ്കച്ചൻ പറഞ്ഞത്. കുസൃതി എന്നൊക്കെ പറഞ്ഞ് വെറുതെ കുഴപ്പമുണ്ടായി. ചേട്ടാ, ഇപ്പൊ നിങ്ങൾ ഉത്തരം തെറ്റിച്ച് പറഞ്ഞപ്പോ അതിനകത്തൊരു കുസൃതി വന്നില്ലേ? ഓക്കേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേണ്ടായിരുന്നു. കൈ ഇല്ലാത്തവനും കൈ ഉള്ളവനും തമ്മിൽ മത്സരിക്കുന്ന ഒരു മത്സരം ഏതാണ്? മറ്റവന്റെ കൈ തല്ലി പിടിക്കാൻ, ഉള്ളവന്റെ കൈ തല്ലി പിടിക്കാൻ. അല്ല 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 അല്ല. മത്സരമല്ലേ? പറഞ്ഞു കൊടുക്ക മജീദ് വെറുതെ വെച്ച് താമസിപ്പിക്കല്ലേ. തീറ്റ മത്സരം. തീറ്റ മത്സരം ഒന്നല്ല, അത് നമ്മള് ഭക്ഷണത്തിനോടല്ലേ മത്സരം. അത് മത്സരമല്ലേ? അല്ലല്ല, കൈ ഉള്ളവനും, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം തന്നെയാണ്, അങ്ങനെ പറയാം. പക്ഷെ കൈ ഉള്ളവനും കൈ ഇല്ലാത്തവനും തമ്മിലാണ് മത്സരം. കൈ ഉള്ളവനും കൈ ഇല്ലാത്തവനും. ഹാ. ഒരു ക്ലൂ ഞാൻ തരാം. ഇതിപ്പോ നിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സരമാണ്. ഇത് ഞാൻ ശരിക്കുള്ള പറയട്ടെ, ഒരു ഞാൻ മത്സരമാണ്. പറയട്ടെ. ആ. ബീവറേജിലെ ക്യൂ ആണോ അല്ലെങ്കിൽ ഇത് ശരിക്കും ഒരു മത്സരമാണ്. ഇത് ശരിക്കും നടക്കുന്ന ഒരു മത്സരമാണ്, പക്ഷെ ഇതിപ്പോ നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീട്ടുകളിയാ. ഈ ആൾക്കാർ തമ്മിലാണോ മത്സരിക്കണേ? ആൾക്കാർ തമ്മിലാണോ മത്സരിക്കണേ? അങ്ങനെയല്ല, കൈയുള്ളവനും കൈ ഇല്ലാത്തവനും. ഒരു സംഭവമില്ല, അതാണോ? കോഴിപ്പോ ഒരു കോഴി, രണ്ട് കോഴികൾ തമ്മിലല്ലേ മത്സരിക്കുന്നത്? കാളപ്പൂര്? ആ, പറഞ്ഞോങ്ങട്. കാളപ്പോര്, കാളക്ക് കൈയില്ലല്ലോ. മനുഷ്യരും കാളയും തമ്മിലുള്ള കാളക്ക് മത്സരമല്ലേ? കയ്യില്ലെന്നാരാ പറഞ്ഞത്? കയ്യില്ലെന്നാരാ പറഞ്ഞത്? കാളക്ക് കാളയ്ക്ക് കൈയുണ്ടോ? ഫ്രണ്ടിൽ കാണുന്ന കൈയാണ്. അത് കൈയില്ല, കാല. പിന്നെ പിന്നെന്തിനാ അതിന് നാൽക്കാലി എന്ന് പറയണേ? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? പാലായിലൊക്കെ അങ്ങനെ പറയണേ. എല്ലായിടത്തും ആൾക്കാർ തന്നെയാണ്. ഡോക്ടർ വരുന്ന എല്ലാ പേഷ്യന്റിനോടും രാവിലെ എന്താ കഴിച്ചതെന്ന് ചോദിക്കുന്നത് എന്തിനാ? രാവിലെ എന്താ കഴിച്ചെന്നൊക്കെ ചോദിക്കില്ലേ? കൊതിയുണ്ടായിട്ട് ഡോക്ടർക്ക് കൊതിയായിട്ടാണ്. അല്ല പിന്നെ കൊതിയായിട്ടല്ല, എന്നാലും അതുപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്ത് ഉത്തരം വേണമെങ്കിലും പറയാട്ടോ, ഞാൻ സമ്മതിച്ചു തരും. ഇതിന് കറക്റ്റ് ആയിട്ട് ആൻസർ തന്നെ പറയണമെന്നൊന്നുമില്ല. ആണോ? എന്നാ പിന്നെ എന്താ എന്നാലും പറയാലോ? രാവിലെ എന്താ കഴിച്ചത്? ഡോക്ടർ ചോദിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? എല്ലാവരും വരുമ്പോഴേ ആദ്യം തന്നെ ഡോക്ടർ ചോദിക്കും എന്താ രാവിലെ കഴിച്ചെന്താ എന്ന് ചോദിക്കും. കാര്യം ഭക്ഷണം കഴിച്ചിട്ടായിക്കോല്ലോ അസുഖം ഉണ്ടാകണത്. അസുഖം ഉണ്ടാകുമ്പോഴാണല്ലോ ഡോക്ടർ അതൊന്നും അല്ല, പുള്ളി വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടി വരും ഓർത്തിട്ടാണ്. ഏയ് അതുമല്ല, വെറുതെ ചോദിക്കുന്ന. ഒരു രസത്തിന് എന്നാണോ പറയാൻ വരുന്നത്, പക്ഷെ അതല്ല ഉത്തരം. ഈ പേടിയോടും ഇക്കെ നോക്കിയൊക്കെ പേടിപ്പിച്ചു തുടങ്ങി. പറയൂ. മൂളി ശോഭി. പറയൂ. ഞാൻ ഉത്തരം പറയട്ടെ. നമ്മുടെ സാമ്പത്തിക ശേഷി അറിയാൻ വേണ്ടിട്ട്, എന്നിട്ടാണല്ലോ ഡോക്ടറിന് കുറിക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് ഇഷ്ടായില്ല. നല്ല ചോദ്യമല്ലേ ചേട്ടാ? നല്ല ചോദ്യമല്ലേ ചേട്ടാ? നല്ല ചോദ്യം, പക്ഷെ ഉത്തരം മോശമായി പോയത്. ചോദ്യം നല്ലതാണ്, ഉത്തരം മോശം. ഇത് കടങ്കഥയാണ് കേട്ടോ. അത് ഉത്തരം പറഞ്ഞു. ആ സാധനം ഓക്കെയാണ്. ആ, ജനിക്കുമ്പോ വെളുത്തിരിക്കും, മരിക്കുമ്പോ കറുത്തിരിക്കും. എന്താണിത്? പഞ്ചസാരയോ? പഞ്ചസാര എങ്ങനെയാണ്? കാണുമ്പോ നല്ല വെളുപ്പാണ്, പിന്നെ അത് ചൂടാക്കി വരാൻ നേരത്ത് കരിഞ്ഞു പോകും. അതിനെ ചൂടാക്കണേ. ജനിക്കുമ്പോ വെളുത്തിരിക്കും, മരിക്കുമ്പോ കറുത്തിരിക്കും. മരിക്കുമ്പോ കറക്കുവോ? നമ്മള് ഡെയിലി കാണുന്ന ഇങ്ങനെയുള്ള സംഭവം. ഒരു ക്യൂറാ. ഒരു ക്ലൂ എന്ന് പറഞ്ഞാല് ഭക്ഷണ പദാർത്ഥമാണോ? ഭക്ഷണമാണോ? ഭക്ഷണമല്ല, ഇതൊരു ഭക്ഷണമല്ല. എന്ത്? ബോംബോ? ചന്ദ്രനാണോ? അല്ലല്ലോ. ചന്ദ്രനൊന്നുമല്ല. നമ്മള് ഒരു നിത്യോപയോഗ സാധനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
ജനിക്കുമ്പോ വെളുത്തിരിക്കും, മരിക്കുമ്പോ കറുത്തിരിക്കുക. ഓക്കെ. ഇത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ അതിനെ പലതും റീപ്ലേസ് ചെയ്ത് തുടങ്ങി. പിന്നെ ഇത് ഒരു റിലീജിയനുമായിട്ട് ബന്ധം വരുന്നതാണ്. തിരി. യെസ്. തിരി. അയ്യോ, ഇന്ന് പായസം വെക്കൂട്ടോ വീട്ടില്. ആദ്യമായിട്ട് വിളക്കിലെ തിരിയേ അത് പറയാൻ ഭയങ്കരമായി പോയല്ലേ. അത്ര നേരം ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാനും നിങ്ങൾ തിരിഞ്ഞില്ലേ, അപ്പൊ അതിന്ന് ചെറുതായിട്ട് മനസ്സിലായി തിരി തിരി തിരി. ഞാനിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയതല്ലേ. ചേട്ടനെ സമ്മതിക്കണം കേട്ടോ. ആരെന്ത് ചെയ്താലും ഇതിന്റെ ക്രെഡിറ്റ് സൈഡിൽ കൂടെ അടിച്ചോണ്ട് പോകും. ഇതിൽ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവർക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാ? ഞാൻ ഉത്തരം എഴുതി വെക്കും. ഇത് കഴിഞ്ഞോ? ഇത് കഴിഞ്ഞു. എവിടാണെന്നുള്ളതാ. നമസ്കാരം 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 നമസ്കാരം. അതെന്നറിയോ? നമസ്കാരം. ഞാൻ വന്നതേ വേറൊന്നുമല്ല. ഇവിടെ ഈ റോക്കറ്റിനേക്കാൾ സ്പീഡിൽ പോകുന്നൊരു സാധനം ഇവിടെ കണ്ട് വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ ആരാണ്ട് പറഞ്ഞായിരുന്നേ. അത് തപ്പി ഇറങ്ങിയതാ. ഇതായിരുന്നോ? ഇതാണ്. എന്നാ ഇപ്പൊ എന്നോട് പറഞ്ഞ ആൾക്ക് മാറിപ്പോയതായിരിക്കും. എന്നാ കഥയും കളിപ്പിക്കും. മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഇല്ലെന്ന്. ആരാ മനസ്സിലായില്ലേ? ഇല്ല. നിങ്ങളൊക്കെ മനുഷ്യരാണോ? നിങ്ങൾക്ക് ഈ ബാലരമയൊന്നും വായിക്കാറില്ലേ? ബാലരമ? ഓ, പത്രം ഒന്നും വായിക്കാറില്ലേ? പത്രത്തിൽ ഇയാള് കണ്ടിട്ടില്ലേ? ഇല്ല. ഞാൻ എന്റെ പത്മശ്രീ ഭരത് ലഫ്റ്റനന്റ് കേണൽ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ലുട്ടുലുടുക്കു ശാസ്ത്രജ്ഞൻ. പിന്നെ ആകും. സംശയം എത്ര? ശാസ്ത്രജ്ഞൻ എന്ന് പറയുമ്പോ കണ്ടുപിടുത്തം പല കാര്യങ്ങളും ലോകത്തുള്ള പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്ന ഒരു തരം ശാസ്ത്രജ്ഞൻ. ഈ ആളാരാണെന്ന് മനസ്സിലായോ? ശ്രദ്ധിച്ചു നോക്കി മുഖത്തേക്ക് നോക്ക്. അപ്പൊ നമ്മളാ ഒളിച്ചോടി പോയ ഭാര്യ ഇതുവരെ കണ്ടുപിടിച്ചോ? അങ്ങനൊക്കെ പോട്ടല്ലേ. പുറത്ത്. ശാസ്ത്രജ്ഞനാണെങ്കിലും പാമ്പൂട്ടക്കാരനാണെങ്കിലും പോയ കാര്യത്തെ കുറിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുക. അതെ, ഞാൻ എന്തെങ്കിലും ഒരു ശാസ്ത്രജ്ഞനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതൊന്നും. ഈ ലോകത്തില് ഏറ്റവും വലിയ ഗ്രഹം ഏതാ? സംശയിക്കുന്ന എന്തിനാ? പെണ്ണുങ്ങൾ അത്യാഗ്രഹം, അതിനപ്പുറം അപ്പുറം വേറെ ഒരു ഗ്രഹവും ഇല്ല. ഇത് ഈ ഇടയായിട്ടുണ്ടല്ലോ കുറെ ഈ കൂതറ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള കുറച്ച് ബുക്കൊക്കെ കിട്ടും. അതിൽ നിന്ന് വായിച്ച് പഠിച്ച് കാണാതെ പഠിച്ചു വന്നിരിക്കുക. അതിനകത്ത് കാണാതെ പഠിച്ചൊന്നുമല്ല. പിന്നെ ഇവിടെ ഈ അശ്വതി രൗണ്ടെന്നും പറഞ്ഞൊരു പരിപാടി അതിനകത്ത് നൈസായിട്ട് ചൂണ്ടിയതാണ്. അങ്ങനെയുണ്ടോ? വല്ല കാര്യം മേടിച്ചു കൂട്ടുന്നത്. ഇത്തിരി നേരത്തെ വന്നിരുന്നെങ്കിൽ അതിപ്പോ ഇവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ. കുറെ ക്വസ്റ്റ്യൻ കിട്ടിയാനെ. നമ്മളോട് നേരത്തെ കുറച്ച് കൂതറ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചില്ലേ? അതിന്റെ ആളാണ്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. എനിക്ക് വിമാനത്തിനെ കുറിച്ചാണ് എനിക്ക് അറിയാനുള്ളത്. വിമാനം. ശരി, റോക്കറ്റ്. നമുക്ക് റോക്കറ്റിലേക്ക് കടക്കാം. റോക്കറ്റ് എങ്ങനെ ഇത്ര സ്പീഡിൽ പോണത്? നിങ്ങൾ ഈ റോക്കറ്റ് പോണത് കണ്ടിട്ടുണ്ടോ? ടിവിയിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ പോകുന്നത്? തീ കത്തിയിട്ട് പൊക്കി കയറ്റി. നമ്മുടെ വീട്ടിൽ തീ കത്തിയാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഭൂമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. തീ കൊത്തി കഴിഞ്ഞാൽ കണയുള്ള കേട്ടാ. നിങ്ങൾക്ക് വേറെ സംഭവം അറിയാം. ഞാൻ ഇങ്ങനെ ഈ ശാസ്ത്രജ്ഞനാട്ടം നടക്കേണ്ട ഒന്നും ആളല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നേവി ചേരേണ്ടതാ. നേവിയിൽ ഇപ്പൊ നീന്താൻ അറിയാമോ എന്ന് പറഞ്ഞാൽ വിമാനം ഓടിക്കുന്നതിനൊക്കെ പറക്കാൻ അറിയാഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ എന്നെ വർത്താക്കി ഈ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ നേരത്തെ റോക്കറ്റ് മുകളിലേക്ക് പോണ കാര്യമൊക്കെ പറഞ്ഞില്ലേ? ഈ നേരെ ചൊവ്വയിൽ പോയി കഴിഞ്ഞാൽ ചൊവ്വയിൽ ചെല്ലാന്നൊക്കെ നമ്മൾ പറയില്ലേ? ഈ ചൊവ്വയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭൂമിയിലെ പോലെയല്ല, ചൊവ്വയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭാരം ഇല്ലെന്നാ പറയണം. ഇല്ല, സംശയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ചൊവ്വയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാരമില്ല. കാര്യം നമ്മുടെ പെണ്ണുപിള്ള വീട്ടിൽ നിൽക്കുമല്ലേ, നമ്മൾ വലിയ ഭാരം ഇല്ലല്ലോ. പെണ്ണുങ്ങളായിട്ട് വാരേ. അല്ല, അപ്പൊ ഫാമിലി ഒക്കെ എങ്ങനെ? ഫാമിലിയൊക്കെ ചില കല്യാണമൊക്കെ കഴിഞ്ഞ് 4 പിള്ളേരൊക്കെ ആയി. 4 പിള്ളേരാ? 4 പിള്ളേരായി. അപ്പം മൂത്തവൻ പ്ലൂട്ടോ എന്ത് ചെയ്യുന്നു? അവൻ പാലക്കാട് MGM ഫ്ലൂട്ട് വായിക്കുന്നു. ഫ്ലൂട്ട് വായിക്കുന്നു. രണ്ടാമത്തവൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. മൂന്നാമത്തവൻ ഡോക്ടറിന് പഠിക്കുന്നു. അപ്പൊ നാലാമത്തവൻ ചുമ്മാ കൂലിപ്പണിക്കൊക്കെ പോയി അവൻ അങ്ങ് ജീവിക്കുന്നു. അത് ശരി. അപ്പൊ 4 പിള്ളേരല്ലേ, നാലാമത്തവൻ മാത്രം വഴിതെറിച്ച് തെറ്റിയത് ഞങ്ങൾ പോയി. തെറ്റിദ്ധരിച്ചു പോകുന്നു. അവനങ്ങനെ കൂലിപ്പണിക്ക് പോകുന്നവൻ ഈ പറഞ്ഞ പ്ലൂട്ടനും എഞ്ചിനീയറും ഡോക്ടറും ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ? ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഞാനൊരു ഗ്രഹം തപ്പി ഇറങ്ങിയതാണ്. ഒരു നല്ല കയ്യടി തന്നെ കൊടുക്കണം. കാരണം കേരളത്തിൽ നിന്നുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഒരു പുതിയ ഗ്രഹം കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്യമത്തിലാണ്. നിങ്ങൾ എന്നൊക്കെ വിളിച്ചു പറയും. ആ ഗ്രഹം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. നിങ്ങൾ എന്തോ പറയുന്നത് എന്തുവാ? യാതൊരു ബോധമില്ലാതെ വർത്താനം പറയരുത്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്രഹം കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതല്ല. അതായത് ഞാൻ നേരത്തെ താമസിച്ചോണ്ടിരുന്ന ഗ്രഹത്തിൽ തന്നെ ഇറക്കി വിട്ട് വാടക കൊടുക്കാത്തോണ്ട് ഞാൻ വേറൊരു വാടക വീട് അന്വേഷിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇതിന്റെ പുറകിൽ ഒരെണ്ണം കിടപ്പുണ്ട്.
അവിടെ ഒരെണ്ണമുണ്ട്. നേരത്തെ അന്വേഷിച്ച സ്ഥലമില്ലേ, അത് 2 കിട്ടുമെന്നൊന്നും ആദ്യം നോക്കി. എവിടെ വേണമെങ്കിലും പോയി നോക്കും. വാടക എങ്ങനെയായിരിക്കും? അല്ല വാടക നല്ല വാടക കൊടുക്കണ്ടല്ലോ. എന്നാ പിന്നെ തെറി കേട്ടാലും കുഴപ്പമില്ല, പഴയ ഗ്രഹത്തിൽ തന്നെ ആകണം. ആ ചെല്ല് വേഗം. ഇനി അടുത്ത കുറച്ച് സിനിമാ പേരുകളാണ് എന്റെ അത് കയ്യിലുള്ളത്. നല്ലതാണ്. ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള, നമ്മളെക്കാൾ മുമ്പ് സിനിമയിൽ വന്നിട്ടുള്ള അതെ. സീനിയർ ആർട്ടിസ്റ്റാണ് മജീദ് ഖാൻ. അവിടെ തന്നെ തുടങ്ങാൻ പാവത്. അപ്പൊ നമുക്കറിയാലോ, ഇത് ഇപ്പം സാജൻ ചേട്ടനാണ്. സാജൻ ചേട്ടൻ കാർഡ് വെക്കും, ഇക്ക അഭിനയിച്ച് കാണിക്കണം. സാഞ്ചേട്ടാ അപ്പൊ ഒരു കാർഡ് ഇരിക്കുന്ന കാർഡ് എടുത്തിട്ട് എല്ലാരെയും കാണിച്ചു നോക്കരുതേ. ചേട്ടൻ നോക്കാൻ പാടില്ല. ആ ഓക്കെ. സാഞ്ചേട്ടൻ തന്നെ കയ്യിൽ പിടിച്ചോ, അങ്ങനെ നീങ്ങി Okay. ഇനി കാണിച്ചു കൊടുക്കും. 3, 4. അഭിനയിക്കുന്ന ആളുടെ പേരാണോ പറയുന്നത്? ഓക്കെ, അഭിനയിക്കുന്ന ആള് ആ സുരേഷ് ഗോപി. മമ്മുക്ക. മമ്മുക്ക. ലാലേട്ടൻ. അത് വിട്, നമുക്ക് സിനിമയുടെ പേരിലേക്ക് വരാം. ഓക്കെ, 1 3 മൂന്ന് വാക്ക്. 3 വാക്ക്. ആ ആ 1. ഒന്ന് ആദ്യത്തെ 1 മുതൽ. ടോയ്ലറ്റിൽ പോണ. ഒന്നാണ്. ഇതേപോലത്തെ ഒന്നാം സാധനം. മിണ്ടല്ലേ. 1 വേണ്ട, അതും 2. ഇനി രണ്ടാമത്തെ. കൊച്ച്. ആ ഒരു കൊച്ചു ആ കുടുംബം. ആ ഒരു കൊച്ചു ഭൂമി ആ. കുലുക്ക. ആണോ? അടിപൊളി. ഇത് കണ്ടോ? അടിപൊളി. ഇതിപ്പോ എന്തായാലും കണ്ടു. അടുത്തത് ഇനി നമ്മള് അപ്പൊ നേരെ മജീദ് തിരിച്ച് കേക്കിനെ മജീദ്ക്ക് കൊടുക്കാം. സാഞ്ചേട്ടൻ ആക്ട് ചെയ്ത് കാണിക്കണം. ആ ഇത് കിഡിലായിരുന്നു കേട്ടാ. ബെസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പറയണ്ട, ആക്ട് ചെയ്താ മതി. ശബ്ദം പാടില്ല. ശബ്ദം പാടില്ല. ശബ്ദം പാടില്ല. ആ അത് പ്രശ്നല്ലേ, ശബ്ദം. കൃഷ്ണൻ. ചുണ്ടനക്കാൻ പാടില്ല. കോഴി, ആ ആ correct, correct. കറക്റ്റ് ആയിട്ട് പക്ഷിയുടെ പേര് പറഞ്ഞു. പെടക്കോഴി, കോഴി, കോഴി, കോഴിത്തൂവല്, തൂവൽ കൊട്ടാരം. സ്പർശമൊക്കെ കിടക്കുമ്പോ മിക്ക എന്തിനാ ആദ്യം തന്നെ കൊട്ടാരം പറഞ്ഞോ? സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഏകദേശം ഒരു ഊഹം കിട്ടുമ്പോൾ മജീദ് പെട്ടെന്ന് കിട്ടും. അല്ല, മറ്റേ ഞാൻ ശ്രീനിവാസനെ കാണിച്ചു. അത് പറയണ്ടായിരുന്നിട്ടാ. അപ്പൊ ഇനി ലാസ്റ്റ് വൺ മജീദ്ക്ക് എടുക്കൂ. അല്ല എന്റെ സാജൻ സാജേട്ടൻ ആക്ട് ചെയ്ത് കാണിക്കും. അല്ല മജീദ് അല്ലേ ആക്ട് ചെയ്ത് കാണിക്കുന്നത്? അതെ, സാജൻ ചേട്ടൻ പിടിക്കൂ, സാജൻ ചേട്ടൻ പിടിക്കുക, മജീദ് അഭിനയിച്ച് കാണിക്കും. ഓക്കെ റെഡി. ആ സാജൻ ചേട്ടനാണ്. 2 വാക്ക്. ആദ്യത്തെ വാക്ക്. ആദ്യത്തെ വിട്ടരാ. ആദ്യമല്ല, രണ്ടാമത്തെയാണ് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ. ശ്രീനിവാസനല്ലല്ലോ. ഓക്കെ ഓക്കെ. എങ്ങനെ എങ്ങനെ ശബ്ദം പാടില്ല. അത് പൂച്ചയുടെ ശബ്ദമായിരുന്നു, പക്ഷെ അത് പറഞ്ഞുതരാം. കോഴി, പന്നി, ബീഫ്, പോത്ത്, പശു, അടുത്ത കാള, അല്ല കോഴി, താറാവ്, മുയല്, മാന്. ലോകത്തുള്ള പക്ഷികളുടെ മുഴുവൻ പേരും പറയിപ്പിക്കും. ആട്. ആ ആട് പ്രസവിച്ചു. കുഞ്ഞ്, ആട്ടിൻകുട്ടി, ആട്, കുഞ്ഞ്, ആട്ടിൻകുഞ്ഞ്, ആ കുഞ്ഞാട്. ആദ്യത്തെ പറഞ്ഞെടുക്കൂ. ആദ്യത്തെ പറ. ആദ്യത്തെ എന്തുട്ടാ? താഴെ കിടന്ന് പെടാപ്പാട് പെടണം. കുഞ്ഞാട് സെക്കൻഡ് വരുന്ന പടം കുഞ്ഞാട്, 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 കുഞ്ഞാട്. ഭയങ്കര ഹിറ്റായിരുന്നു. അഭിനയിച്ചതാരാ? അഭിനയിച്ചതാരാ? എങ്ങനെ എങ്ങനെ ദിലീപേട്ടൻ. കുഞ്ഞാട്, കുഞ്ഞാട്. എന്താണ്? മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. ഓക്കെ. എൽസമ്മ എന്നൊരു കുഞ്ഞാട്. പന്നി, പോർക്ക്, പരുന്ത്, എല്ലാത്തിന്റെ മട്ടൻ അല്ലേ ഏറ്റവും നല്ലത്. ആട് ഞാൻ കഴിക്കില്ല, മട്ടൻ കഴിക്കില്ല. അതുകൊണ്ടാ പറയാ. എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്നാ ഇതില്ലേ ചാത്തുപെട്ട് കാണിച്ചു. ചാത്തോട്ട് തിരിയുമ്പോ അതെന്താന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ല.
എന്തായാലും മജിദ്ക്കയും സാജൻചേട്ടനും ഒരുമിച്ച് നമ്മുടെ ഈ കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിലെത്തി. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഭാവിയിലും രണ്ടുപേർക്കും കൈ നിറയെ സിനിമകളും ഇഷ്ടംപോലെ വേദികളും ഒക്കെ കിട്ടി നിറഞ്ഞു നിൽക്കട്ടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും എന്നിങ്ങനെ ആശംസിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം സാജന്റെ പാട്ടുപാടി മജീദ് മിമിക്രി കാണിച്ച് ഇവിടെ നമ്മൾ തകർത്തു വരി. ഇതിനൊക്കെ ഒന്ന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി സാജൻ ഒരു അടിപൊളി കവിത ഒരു 2 വരി കവിത ഇടാം. മലയാളികൾ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന വേദന, കഷ്ടപ്പാട്, ദുരന്തം, ദുരിതം ഒക്കെ ഈ കവിതകളിൽ ഉണ്ട്. മലയാളിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരായ മലയാളികളായ എല്ലാ പ്രേക്ഷകരുടെ സങ്കടം സാജന്റെ ശബ്ദത്തിലൂടെ പുറത്തേക്ക് വരുവാണ്. പനിയാണ് പാടണ്ടേട്ടാ. എല്ലാവർക്കും മടിയ, നമ്മൾക്കെല്ലാവർക്കും മടിയ. നമ്മുടെ നാട്ടിൽ പണി ചെയ്യാനായി തമിഴന്മാർ വേണം, ഇല്ല ബംഗാളികൾ വേണം. എല്ലാവർക്കും മടിയ, നമ്മൾക്കെല്ലാവർക്കും മടിയ. നാട്ടിൽ പണിയത് ചെയ്യാനിപ്പോൾ തമിഴന്മാർ വേണം, ഇല്ല ബംഗാളികൾ വേണം. കൂലിപ്പണിയതു ചെയ്യാൻ മടിയാ, വിയർക്കുമൊരു പണി ചെയ്യാൻ മടിയാ. കൂലിപ്പണിയത് ചെയ്യാൻ മടിയാ, വിയർക്കുമൊരു പണി ചെയ്യാൻ മടിയാ. കരണ്ടു ബില്ലിൻ കാശടക്കാൻ ക്യൂ നിൽക്കാനായി മടിയില്ലേലും, ആധാർ കാർഡിന് ക്യൂ നിൽക്കാനായി മടിയില്ലേലും, ബീവറേജിൻ ക്യൂവിൽ നിൽക്കാൻ മടിയില്ലാത്തവരാ നമ്മൾ മലയാളീസുകളാ. ബീവറേജിൻ ക്യൂവിൽ നിൽക്കാൻ മടിയില്ലാത്തവരാ നമ്മൾ മലയാളീസുകളാ. എല്ലാവരും മടി മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിന് മാത്രമാണ് സത്യത്തിൽ ഒരു മടിയില്ലാത്തത് നമുക്ക്. തീർച്ചയായിട്ടും അവിടെ ചെല്ലും മടി എന്നല്ല, എന്തോ ഒരു ഇതിനു മുമ്പ് കിട്ടാത്തൊരു സുഖം. കാര്യം ആ ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഓർക്കാവുന്നത്, പലപ്പോഴും വഴികളിലൂടെ കടന്നു പോകുമ്പോഴും കാര്യം ആ ഒരു കൃത്യ നിർവഹണം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരും ഇവരൊരു ക്ഷമ, അച്ചടക്കം, ആത്മനിയന്ത്രണം പിന്നെ എല്ലാം അവിടെ നിന്ന് നിൽക്കുന്ന സഹോദര സ്നേഹം, ഒന്ന് മുട്ടാതെ ഉരുമാതെയൊക്കെ അത് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കണം. അപ്പം മടി മാറട്ടെ അല്ലേ? തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ ഇത് പലരും പലയിടത്തു നിന്നൊക്കെ നിന്ന് കാണുന്നതാണ്. അത്തരം ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്ര ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലേ, കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും അമ്മ ആവറേജും അച്ഛൻ ബീവറേജുമാണ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാതെ ഈ ആവറേജും ബീവറേജും കൂടി കൂട്ടുമുട്ടുമ്പോഴാണ് പിറ്റേ ദിവസം പത്രത്തിൽ ഫുൾ കവറേജ് വന്നത്. അപ്പൊ അങ്ങനെ കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, എല്ലാവരും സമാധാനമായിട്ട് പരിപാടി കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ ഈ ചിരി അരങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിയോടെ കൂടുതൽ സന്തോഷത്തോടെ നമുക്ക് വീണ്ടും നാളെ കാണണം. അതുവരേക്കും തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുന്നു ബൈ.